നമസ്കാരം. വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം മൂകാംബിക, കുടജാദ്രി, മുരടേശ്വർ, ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു യാത്ര നടത്തിയിരുന്നു. യാത്ര നടത്തുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ സ്ഥലങ്ങളൊക്കെ കണക്ട് ചെയ്ത് യാത്ര നടത്തുക എന്നതിനെ സംബന്ധിച്ച് നിരവധി വീഡിയോസ് കാണേണ്ടി വന്നു. എന്നാൽ അതിൽ പീസായിട്ടാണ് പല വീഡിയോസിലും പല കാര്യങ്ങളും പറയുന്നത്. കുറച്ചുകൂടി സമ്പൂർണ്ണമായി ഈ കാര്യങ്ങൾ ആളുകൾ അറിയുന്നത് നന്നായിരിക്കും എന്നൊരു നിർദ്ദേശം പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു. ഇത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്താൽ സ്ഥലങ്ങൾ കാണിക്കണമെന്നില്ല, കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ എങ്ങനെയാണ് ഈ സ്ഥലങ്ങളിൽ എത്തുക, എന്താണ് ഇതിൻ്റെ ഒരു രീതിശാസ്ത്രം? ഒന്നാമത്തെ കഥ, മൂകാംബിക ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ, ദർശനം നടത്തണമെങ്കിൽ അവിടെ നിന്ന് കൂടി ഒരു ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളല്ല, ദേവിയുടെ കൂടി, മൂകാംബിക ദേവിയുടെ കൂടി ഒരു അനുവാദം വേണം എന്നൊരു വിശ്വാസം വിശ്വാസികൾക്കിടയിൽ ശക്തമാണ്. അപ്പോൾ നമ്മൾ എത്ര തവണ വിചാരിച്ചാലും എന്തെങ്കിലും തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതൊരു വിശ്വാസം. ഇനി എങ്ങനെയാണ് അവിടെ എത്തുക എന്നുള്ളതാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ വളരെ മനോഹരമാണ്. ഈ 4 സ്ഥലങ്ങളും അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട്, ഒരു 50 കിലോമീറ്ററിനകത്ത് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് എല്ലാം ഒരു ഒറ്റ ട്രിപ്പിൽ പോകാം. ടൂറിസ്റ്റ് ബസ്സുകൾ കൊണ്ടുപോകുന്നത് 3 സ്ഥലങ്ങളാണ് അവർ പ്രധാനമായി കൊണ്ടുപോകുന്നത്. ബാക്കി വേറെ പോകും. പക്ഷേ അതിൽ കുടജാദ്രി പലപ്പോഴും അവർ ഒഴിവാക്കാറുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇവിടെ നിന്ന് പോകാൻ, തിരുവനന്തപുരത്ത് നിന്ന് പോകാൻ നേത്രാവതി എക്സ്പ്രസ് ഉൾപ്പെടെ ബോംബെയിലേക്ക് പോകുന്ന, കൊങ്കൺ റെയിൽവേ വഴി ബോംബെയിലേക്ക് പോകുന്ന ട്രെയിനുകൾ മംഗലാപുരം, തിരുവനന്തപുരം വിട്ടാൽ നമുക്ക് കേരള അതിർത്തി വിടുന്നത് കഴിഞ്ഞ് കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരം, മാംഗ്ലൂർ കഴിഞ്ഞാൽ ഉടുപ്പി ഒരു പ്രധാന സ്റ്റേഷനാണ്. അത് കഴിഞ്ഞ് ബേണ്ടൂർ മൂകാംബിക റോഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അത് എല്ലാവരും ശ്രദ്ധിച്ച് വെക്കണം. ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ ബേണ്ടൂർ മൂകാംബിക റോഡ് ട്രെയിൻ അവിടെയാണ് ഇറങ്ങുക. ബേണ്ടൂർ സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. മൂകാംബികയ്ക്ക് നേരിട്ട് ട്രെയിനില്ല. അത് കാട്ടിനകത്തിരിക്കുന്ന ഒരു അമ്പലമാണ്, ക്ഷേത്രമാണ്. ബേണ്ടൂർ അവിടെ ഇറങ്ങാൻ നേത്രാവതിയിലാണ് പോകുന്നതെങ്കിൽ രാവിലെ 9:30 മണിക്കാണ് 9:15 തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുന്നത്. രാത്രി 1:30 മണിക്കാണ് ബേണ്ടൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തുന്നത്. ഒരു പ്രയാസമില്ല. 1:30 മണിക്കായാലും പുറത്തിറങ്ങിയാൽ 4 പേർക്കാണെങ്കിൽ 600 രൂപ ആട്ടോ പിടിക്കണം. അവിടെ നിന്ന് 31 കിലോമീറ്റർ ഉണ്ട് ഈ പറയുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. ഒരു സെമി ഫോറസ്റ്റിനകത്തൂടെയുള്ള യാത്രയാണ്. വലിയ ഫോറസ്റ്റ് ഒന്നുമല്ല, ആളുകൾ അവിടെ ഇവിടെയൊക്കെ താമസമുണ്ട്. അങ്ങനെ പോകാൻ പറ്റുന്ന, എന്നാലും മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെയുള്ള ഒരു യാത്രയാണ്. പക്ഷേ ധാരാളം വാഹനങ്ങൾ രാത്രി പോകും. ഒരുപാട് പേരെ കൊണ്ടുപോകുന്നതുകൊണ്ട് വലിയ വിഷയമില്ല. ടൂറിസ്റ്റ് ടാക്സി ആണെങ്കിൽ സാധാരണ ടാക്സി 900 രൂപയാണ് വാങ്ങുന്നത്. ഞാൻ ഇപ്പോഴത്തെ റേറ്റാണ് പറയുന്നത്. ആട്ടോ ആണെങ്കിൽ 600. അപ്പോൾ ഒരു 31 കിലോമീറ്റർ, 1 മണിക്കൂർ, കറക്റ്റ് 1 മണിക്കൂർ. അപ്പോൾ 1:30 മണിക്ക് നമ്മൾ ഇറങ്ങിയാൽ 2:30 മണിക്ക് അവിടെ എത്താൻ പറ്റും. അവിടെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉള്ള ലോഡ്ജ് മുതൽ ഒരുപാട് ലോഡ്ജുകളും സംവിധാനങ്ങളും ഉള്ളതാണ്. 1000 രൂപ മുതൽ 1500, 2000 ഇങ്ങനെ പല റേറ്റിലാണ്. മിനിമം 1000 രൂപയ്ക്ക് തുടങ്ങുന്ന മുറികളുമുണ്ട്. പിന്നെ അതിനേക്കാൾ താഴ്ന്ന മുറികളും കാണും. ഞാനൊരു ആവറേജ് ഫാമിലിയൊക്കെ പോയാൽ കിടക്കാൻ പറ്റുന്ന റൂമുകൾ, നോൺ എ സി ഒക്കെ വേണം. അപ്പോൾ രാവിലെ 5 മണിക്കാണ് ക്ഷേത്രം തുറക്കുന്നത്. അപ്പോൾ അവിടെ അവധി ദിവസങ്ങളിൽ പോകാതിരിക്കുക. അവധി ദിവസങ്ങളിൽ ഭയങ്കര ക്യൂ ആയിരിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ വലിയ ക്യൂ കാണുകയില്ല. 5 മണി മുതൽ. പിന്നെ ക്ഷേത്രത്തിൻ്റെ രീതികൾ അറിയാലോ. അവിടെ പൂജ സമയത്ത് ക്യൂവിൽ വിടത്തില്ല, ക്യൂവിൽ നിൽക്കേണ്ടി വരും. എന്തായാലും 5 മണിക്ക് കയറിയാൽ 6-7 മണിക്ക് മുമ്പ് നമുക്ക് തൊഴുതിറങ്ങാൻ പറ്റും. തിരക്കില്ലാത്ത ദിവസമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യൂവിൽ നിന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റും. 100 രൂപ കൊടുത്താൽ സ്പെഷ്യൽ ക്യൂ ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല, കാരണം പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുടുംബ പൂജയൊക്കെ ഉണ്ട്. അത് 500 രൂപ, 1000 രൂപയ്ക്ക് കുടുംബ പൂജയുണ്ട്. അപ്പോൾ കുടുംബത്തിൽ പോകുന്ന എല്ലാവരുടെയും പേരുമൊക്കെ പറഞ്ഞ് പൂജ. അവർ അടിക സമുദായത്തിൽപ്പെട്ടവരാണ് അവിടെ അത് നടത്തുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട്. അകത്തല്ല പൂജ, അകത്ത് അവർ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് അവർ പുറത്തൊരു 1-2 സ്ഥലങ്ങളിൽ വീരഭദ്ര ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചില പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അവിടെ കൊണ്ടിരുത്തി നമുക്ക് പൂജയൊക്കെ നടത്തി നമ്മുടെ ഫാമിലി കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിദ്യാഭ്യാസവും ആരോഗ്യവും സമ്പത്തും ഇതൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൂജ നടത്തി അകത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം അകത്ത് കൊണ്ടുപോയി അത് പൂജയൊക്കെ നടത്തി കൊണ്ടുപോകും, നമുക്ക് തരും. പിന്നെ രാവിലെ തൊഴാം, ഉച്ചയ്ക്ക് തൊഴാം, പിന്നെ ദീപാരാധന. നമ്മുടെ സൗകര്യം അനുസരിച്ച്, ഈ ഹോട്ടലിൻ്റെ സൗകര്യം നമ്മുടെ തിരക്കനുസരിച്ച് നമുക്ക് അത് പ്ലാൻ ചെയ്യാം. അന്നപ്പോൾ അവിടെ എത്തുന്നു. രാത്രി ട്രെയിനിലാണെങ്കിൽ, ഞാനിപ്പോൾ നേത്രാവതിയിലാണ് പോകണമെങ്കിൽ 1:30 മണിക്ക് എത്തിയാൽ 2:30 മണി വരെ നമ്മൾ അവിടെ എത്തും. 1:30 മണിക്ക് ബേണ്ടൂർ സ്റ്റേഷൻ, 2:30 മണിക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തും. രാത്രി ഉറങ്ങുന്നു. വെളുപ്പാങ്കൽ 5 മണി മുതൽ നമുക്ക് എണീറ്റ് കുളിച്ച് ആ സമയം അനുസരിച്ച് നമുക്ക് പോകാം ക്ഷേത്രത്തിൽ.
അന്ന് അങ്ങനെ അവിടെ താമസിക്കുക. അന്ന് രാവിലെ കഴിഞ്ഞു. അന്ന് രാവിലെ നമുക്ക് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ, കാര്യം 2:30 പോയാൽ 4 മണി വരെ അവിടെ പറ്റത്തുള്ളൂ, പിന്നെ തിരിച്ചു വരണമല്ലോ, 5:30 തിരിച്ചു വരണം. കുടജാദ്രിയിൽ പോകാൻ പറ്റും. അവിടെ നിന്ന് ഒരു 36 കിലോമീറ്ററാണുള്ളത്. ജീപ്പാണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ടൗണിൽ ഇറങ്ങിയാൽ നമുക്ക് കൊല്ലൂർ മുഹമ്മ ടൗണിൽ നിന്ന് കുറച്ച് നടന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, കുറച്ച് ദൂരം നടന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ജീപ്പിൻ്റെ സ്റ്റാൻഡുണ്ട്. അവിടെ നിന്ന് 8 പേരാണ് ജീപ്പിൽ ഉണ്ടാവുക. 500 രൂപയാണ് ശരാശരി നമ്മളിൽ നിന്ന് മേടിക്കുന്നത് ഒരാളിൽ നിന്ന്. അപ്പോൾ 4 പേരുള്ള ഫാമിലി ആണെങ്കിൽ 2000 രൂപ കൊടുക്കണം. 2 ഫാമിലി അവർ കൊണ്ടുപോകും. 8 പേരാണ് ഒരു സമയം. 36 കിലോമീറ്ററാണ് സഞ്ചാരമുള്ളത്. അതിൽ 26 കിലോമീറ്ററും കുഴപ്പമില്ല, നല്ല റോഡാണ്, അവർക്ക് നല്ല സ്പീഡിൽ പോകും, വേറെ പ്രശ്നമില്ല. പക്ഷേ 26 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ 10 കിലോമീറ്റർ എന്ന് പറയുന്നത് പക്ക ഫോറസ്റ്റിനകത്താണ്. അപ്പോൾ അവിടെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഒരാളിന് 70 രൂപ അടയ്ക്കണം. ആധാർ കാർഡും കാണിച്ച്, അല്ല നമ്മുടെ പേരും പറഞ്ഞ് 70 രൂപ അടയ്ക്കണം. അപ്പോൾ അത് 570 ആയി. 500 ജീപ്പ്, 70 അവിടെ അടയ്ക്കണം. പിന്നെ ഒരു 10 കിലോമീറ്റർ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ടീഡിയസ് യാത്രയാണ്. അത് കാട്ടിനകത്തൂടെയാണ്. ഒരു വാഹനത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ചില സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും, അല്ല എല്ലാ സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോലും പറ്റത്തില്ല വാഹനത്തിന്. അങ്ങനെ വളവും തിരിവും കയറ്റവും ഇറക്കവും മൺ റോഡാണത്. വലിയ ട്രിക്കി യാത്രയാണ്. പക്ഷേ അതൊരു ആവേശമായിട്ട് എടുത്താൽ, നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് പോകുകയാണെന്നുള്ള ആവേശത്തിലെടുത്താൽ സന്തോഷമായിരിക്കും. വളരെ ഒരു ട്രിക്കി യാത്രയാണത്. അപ്പോൾ അത് 10 കിലോമീറ്ററോളം പോകുമ്പോഴാണ് നമ്മൾ മുകളിൽ എത്തുന്നത്. എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ 1.5 കിലോമീറ്റർ വീണ്ടും മുകളിലോട്ട് കയറിയാൽ മാത്രമേ ഈ ആദിശങ്കരൻ്റെ സർവജ്ഞപീഠം കയറിയതിന് ശേഷം അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ദാർശനിക തലത്തിൽ ഇന്ത്യ മുഴുവൻ ഒരു വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത്, സ്പിരിച്വൽ വിദ്യാഭ്യാസമൊക്കെ കൊടുത്തതിന് ശേഷം അവസാനം ചേർന്ന സ്ഥലമായിട്ടാണ് ഈ മല കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാ സന്യാസിമാരുമൊക്കെ അങ്ങനെ തന്നെയല്ലോ, സ്വാമിമാരുമൊക്കെ സമാധിയാവുന്നതും അല്ലെങ്കിൽ അവർ ആ വേറെ ടൈപ്പ് ലൈഫാണല്ലോ. അപ്പോൾ ഈ 1.5 കിലോമീറ്റർ നടക്കുക എന്ന് പറയുന്നതും ഒരു ഒരു ട്രിക്കി യാത്രയാണ്. അത് നല്ല ഹൈറ്റുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിരപ്പുണ്ട്, പക്ഷേ എന്നാലും ഹൈറ്റുണ്ട്. വഴി അത്ര സുഗമമല്ല. അപ്പോൾ എന്നാലും നടക്കാം. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. നടന്ന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ 1.5 കിലോമീറ്റർ തുടങ്ങുന്നിടത്ത് തന്നെ ചെറിയ ചെറിയ അമ്പലമുണ്ട്. അപ്പോൾ അതിനകത്ത് അവിടെ ഒരു അമ്പലത്തെക്കുറിച്ച് അവർ പറയുന്നത് അതാണ് ശരിക്കും മൂകാംബികയുടെ മൂലസ്ഥാനം എന്ന് പറയുന്ന അമ്പലം. അവിടെ നിന്നാണ് പിന്നെ ആ ഒരു കൺസെപ്റ്റ് വരികയും ഇപ്പുറത്ത് ടൗണിൽ കൊല്ലൂർ മൂകാംബിക ടൗണിൽ അവർ മറ്റൊരു ക്ഷേത്രം പണിയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മൂലസ്ഥാനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു അമ്പലമാണ്, വളരെ ചെറിയ ഒരു കുഞ്ഞു മുറിയിലൊരു അമ്പലം. അവിടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ മുകളിൽ കയറി കഴിഞ്ഞാൽ ആദിശങ്കരൻ്റെ ഒരു ചെറിയ പ്രതിമ വെച്ചിട്ടുണ്ട്. ചെറിയൊരു കൽമണ്ഡപമാണ്. അതിൻ്റെ അവിടെ എത്തുക. പക്ഷേ എത്തിക്കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് തോന്നും, നല്ല കാറ്റും. മലയാണ്, കംപ്ലീറ്റ് മലയാണ്, വേറെ ഒന്നുമില്ല. കുന്തേപ്പുര ഫോറസ്റ്റ് പിന്നെ ഹില്ലുകൾ, വെസ്റ്റേൺ ഘാട്ടിൻ്റെ കുന്തേപ്പുര ഹില്ലിൽ വരുന്നതാണ്. പിന്നെ മൂകാംബിക വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ്. അപ്പോൾ അതിനകത്ത് വേറെ റോഡൊന്നും പണിയാൻ പറ്റത്തില്ല, ടാറിട്ട റോഡൊന്നും പണിയാൻ പറ്റത്തില്ല. യുനെസ്കോയുടെ പൈതൃക ലിസ്റ്റിൽ, ഹെറിറ്റേജ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഫോറസ്റ്റാണ്. ഒരു കാരണവശാലും അവിടെ അകത്ത് വേറെ അവിടെ മൃഗങ്ങൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഹോൺ പോലും അടിക്കരുതെന്ന് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മൃഗങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്നു. അപ്പോൾ അത്രയ്ക്ക് വളരെ സൈലൻ്റായിട്ട് സൂക്ഷിക്കുന്ന ഒരു കാടാണ്. എന്തായാലും നമുക്ക് 11.5 കിലോമീറ്ററാണ് സഞ്ചരിക്കാനുണ്ടാവുക. 10 കിലോമീറ്റർ ഞാൻ ജീപ്പിൽ പോയി, പിന്നെ 1.5 കിലോമീറ്റർ നടക്കുക. അത് നമ്മൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും 1.5 മണിക്കൂറുണ്ട് നമ്മളെ ടൗണിൽ കൊണ്ടുവരാൻ. 1.5 മണിക്കൂർ അങ്ങോട്ട് യാത്ര, 1.5 മണിക്കൂർ തിരിച്ച് യാത്ര. അതാണ് ഈ 2.5 മണി വരെ അവർ സമയം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ അന്ന് മിക്കവാറും എങ്ങും പോകാതിരിക്കുന്നതാണ് നല്ലത്. നല്ല ഒരു ക്ഷീണിക്കും, നമ്മൾ നന്നായി ക്ഷീണിക്കും. ആരായാലും ചെറുതായാലും വലുതായാലും എല്ലാവരും ക്ഷീണിക്കും. അന്ന് ഭംഗിയായി റെസ്റ്റ് എടുക്കുക. പിറ്റേ ദിവസം വേണമെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന കൂട്ടൽ വൈകുന്നേരം വേണമെങ്കിൽ അമ്പലത്തിൽ പോകാം. അമ്പലത്തിനടുത്താണ് താമസിക്കുന്നത്, പിന്നെ അമ്പലത്തിൽ അന്ന് വൈകിട്ടും പോകാം. അതൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥ അനുസരിച്ച്. വൈകുന്നേരം ആണെങ്കിൽ ശീവേലിയുണ്ട്, അവിടെ അന്നദാനമുണ്ട്, പിന്നെ കഷായമുണ്ട്, കഷായ പൂജയുണ്ട്. കഷായ പൂജ കഴിയുമ്പോൾ എല്ലാവർക്കും കഷായം കൊടുക്കും. കഷായം എന്ന് പറഞ്ഞൊരു കുടിക്കാൻ പറ്റിയ ഒരു സാധനം. അപ്പോൾ ഇങ്ങനെ പല സാധനങ്ങളുണ്ട് അവിടെ. അപ്പോൾ അതെല്ലാം നമുക്ക് വേണമെങ്കിൽ കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വീണ്ടും മുരുടേശ്വറിൽ പോകാൻ ഈ ബേണ്ടൂരിൽ നിന്ന് ഉടുപ്പി ബേണ്ടൂർ മുരുടേശ്വർ റോഡ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് പൂനെക്ക് പോകുന്ന റോഡാണത്. 66 NH 66. അല്ല, NHൻ്റെ സൈഡിലാണ് ശരിക്കും ഈ മുരുടേശ്വർ ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അവിടത്തേക്ക് ബസ് പോകത്തില്ല, നമ്മൾ പോകുന്നൊരു ബസ്സും പോകത്തില്ല. അല്ല, അതിൻ്റെ ഇടയ്ക്കൊരു സ്റ്റോപ്പിൽ ഇറങ്ങണം. അത് അവരോട് പറഞ്ഞ് ഇറക്കാൻ പറ്റും. ഒരു 36 കിലോമീറ്റർ, ബേണ്ടൂർ സ്റ്റേഷനിൽ നിന്ന് 36. അപ്പോൾ യഥാർത്ഥത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നമ്മൾ താമസിക്കുന്നു, അവിടെ താമസിക്കുന്ന ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്നു. അവിടെ നിന്ന് 31 കിലോമീറ്റർ നമ്മൾ വന്നാൽ ബേണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ബസ് കിട്ടും, രാവിലെ ബസ് കിട്ടും. 30 രൂപ ചാർജേ ഉള്ളൂ. 43 രൂപ ചാർജാന്ന് തോന്നുന്നു. 43 രൂപ ചാർജേ മറ്റേ ഉള്ളൂ. ബേണ്ടൂർ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ
ബേണ്ടൂർ സ്റ്റേഷനല്ല, ബേണ്ടൂർ ജംഗ്ഷൻ എൻ്റെ അടുത്ത് വന്നാൽ അവിടെ നിന്ന് നമുക്ക് കാറും കിട്ടും, ടൂറിസ്റ്റ് ടാക്സിയും കിട്ടും. 900 രൂപ 1000 രൂപ മേടിക്കും വരും. അല്ലെങ്കിൽ നമുക്ക് 4 പേരുണ്ടെങ്കിൽ 350 രൂപയ്ക്ക് നമുക്ക് ഈ മുരുടേശ്വർ പോകുന്ന ക്ഷേത്രത്തിൻ്റെ മെയിൻ റോഡിൽ ഇറങ്ങാൻ പറ്റും. പിന്നെ മെയിൻ റോഡിൽ നിന്ന് 70 രൂപ അകത്തോട്ട് കൊടുത്ത് വേണം അവിടെ പോകാൻ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശിവ ടെമ്പിളാണ്. അവിടെ ഒരു 17 നിലയുള്ള നമ്മുടെ സാധാരണ നില കണക്കാകുമ്പോൾ 17 നില കണക്കുള്ള പൊക്കത്തിലുള്ള ഒരു ഗോപുരമുണ്ട്. ആ ഗോപുരത്തിനകത്ത് ലിഫ്റ്റ് വഴി കയറാം. ലിഫ്റ്റിൽ കയറിയാൽ മുകളിൽ നമുക്ക് കാണാൻ, ലിഫ്റ്റ് ഇറങ്ങിയാൽ അവിടെ നിന്ന് കടലിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം. കടലെല്ലാം കാണാൻ പറ്റും. അതൊരു സന്തോഷം കാണുന്നതിന്. അവിടെ പിന്നെ വേറെ ഒന്നുമില്ല. ഇപ്പം അപ്പുറത്ത് അത് ക്ഷേത്രമുണ്ട്. ക്ഷേത്രവും നമുക്ക് കാണാം. അവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ സ്കൂബ ഡൈവൊക്കെ ഉണ്ട്. അത് നേരത്തെ ബുക്ക് ചെയ്യണം. രാവിലെ ചെന്ന് നമ്പർ നോക്കി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്കത് കിട്ടിയില്ല, ഉച്ചയ്ക്ക് ശേഷം ചോദിച്ചതുകൊണ്ട് കിട്ടിയിട്ടില്ല. അതേസമയം അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 500 മീറ്റർ, ഒരു 500-600 മീറ്റർ മാറി തന്നെ മറ്റൊരു ക്ഷേത്രം കൂടെയുണ്ട്. ആ ക്ഷേത്രവും നമുക്ക് കാണാം. അവിടെ ഒരു ഗുഹയുണ്ട്, AC ഗുഹയാണ്, നല്ല രസമാണ്. അത് മ്യൂസിയമാണ്. 30 രൂപ കൊടുത്ത് അതിനകത്തും കാണാം. അപ്പോൾ ഒരു സന്തോഷമാണ്. സെൽഫി ഫോട്ടോ ഒക്കെ എടുത്ത് ഇതെല്ലാം കണ്ട് അവിടെ നിന്ന് മുരുടേശ്വരിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉടുപ്പിയിലേക്ക് തിരിച്ചു വരാം. ഉടുപ്പിയിലേക്കൊരു 100-115 കിലോമീറ്റർ ഉണ്ട്. പിന്നെ രൂപയും 110-120 രൂപയാണ് ബസ് കിട്ടും. എപ്പോഴും ബസ് കിട്ടും, കാരണം അത് NH ആയതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ബസ് കിട്ടും. ഉടുപ്പിയിലേക്ക് വരിക. ഉടുപ്പിയിൽ വന്നാൽ അവിടെ അതൊരു ക്ഷേത്ര നഗരമാണ്. ഉടുപ്പിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 1500 മുതൽ 2000 രൂപ വരെ റൂമുകൾ കിട്ടും. AC റൂം, നോൺ AC റൂമൊക്കെ കിട്ടും. അവിടെ താമസിച്ചതിന് ശേഷം നമുക്ക് ഉടുപ്പിയിൽ ഇതെല്ലാം കണ്ടതിന് ശേഷം തിരിച്ചെങ്ങനെ വരാം? നമുക്ക് ഉടുപ്പിയിൽ നിന്ന് തന്നെ ട്രെയിൻ കിട്ടും. ഗരീബ് രഥമുണ്ട്. ഗരീബ് രഥമാണെങ്കിൽ തിരുവനന്തപുരത്ത് ആരാണ് പോകുന്നതെങ്കിൽ കൊച്ചുവേളി വരെ ഉള്ളൂ. രാവിലെ 6:50 അവിടെ എത്തും. ഉടുപ്പിയിൽ നിന്ന് തിരിക്കും. രാത്രി ഒരു 8:30 ആകുമ്പോൾ തിരുവനന്തപുരത്ത് എത്തും. അപ്പോൾ അതാണ് ട്രെയിൻ യാത്ര. ബസ് യാത്രക്കാരാണെങ്കിൽ മംഗലാപുരം വരെ ഇവിടുന്ന് ട്രെയിനിൽ പോവുകയും മംഗലാപുരത്തുനിന്ന് ഈ മൂകാംബികയ്ക്ക് ധാരാളം ബസ്, പ്രൈവറ്റ് ബസ്സാണ് കൂടുതലും, ധാരാളം ബസ്സുണ്ട് മൂകാംബികയ്ക്ക് ബസ്സിൽ പോകാൻ പറ്റും. അത് അങ്ങനെ ആകുമ്പോൾ 100-150 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ നിന്ന് ബസ്സിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഏത് തരത്തിലാണ് നമ്മൾ യാത്ര പോകുന്നത്? ടൂറിസ്റ്റ് ബസ്സാണ് ഞാൻ ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ട്രെയിനാണെങ്കിൽ ഇനി അല്ല, നമുക്ക് വേറെ രൂപത്തിൽ പ്ലാൻ ചെയ്യാം. നേരെ ബേണ്ടൂറും കഴിഞ്ഞ് മുരുടേശ്വറിൽ പോയി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റും. മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെയെല്ലാം കണ്ടിട്ട് തിരിച്ച് മൂകാംബിക കണ്ട് എങ്ങനെയും വരാം. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ നല്ലത്. രാവിലെ പോകുമ്പോൾ ഒന്നുകിൽ ബസ്സിൽ പോയി മംഗലാപുരത്ത് ഇറങ്ങി ട്രെയിനിൽ പോയി മംഗലാപുരത്ത് ഇറങ്ങി അടുത്ത ബസ് കയറി അവിടെ പോവുക. അല്ലെങ്കിൽ ബേണ്ടൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ ട്രെയിനിൽ ഇറങ്ങി അവിടെ നിന്ന് ആട്ടോയോ കാറോ എടുത്തുകൊണ്ട് മൂകാംബികയ്ക്ക് പോവുക. എന്നിട്ട് പിന്നെ മൂകാംബിക തിരിച്ച് വീണ്ടും ബേണ്ടൂരിൽ വരിക, ബസ് സ്റ്റേഷനിൽ വരിക. റെയിൽവേ സ്റ്റേഷനിലല്ല, ബസ് സ്റ്റേഷനിൽ വരിക, പോകാം. അല്ല, റെയിൽവേ സ്റ്റേഷനിൽ വന്നാലും റെയിൽവേ സ്റ്റേഷനിലേക്ക്, ബേണ്ടൂർ റെയിൽവേ സ്റ്റേഷനിലാണ് വരുന്നതെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുരുടേശ്വറിലേക്ക് ട്രെയിനും കിട്ടും. ഇൻ്റർസിറ്റി ട്രെയിനൊക്കെ ഉണ്ട്, ട്രെയിനും കിട്ടും. അങ്ങനെ ചെയ്യാം. മുരുടേശ്വറിൽ നിന്ന് ഉടുപ്പിയിലേക്ക് ട്രെയിനും ഉണ്ട്, ബസ്സും ഉണ്ട്. എപ്പോഴും ട്രെയിനും ബസ്സും ഉള്ളതാണ്. അത് നമ്മുടെ സൗകര്യം അനുസരിച്ചൊക്കെ. ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ ട്രെയിനുണ്ട്. ഇടയ്ക്ക് സമയം 3 മണിക്കൂർ യാത്ര ഉണ്ട്. അത് ഞാൻ 12:30 കയറി 3:30 എത്തിയത്. 3 മണിക്കൂർ യാത്രയുണ്ട്. ഇടയ്ക്ക് ഭക്ഷണത്തിന് നിർത്തും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. വളരെ മനോഹരമായ ഒരു യാത്രയാണ്. അപ്പോൾ 4 സ്ഥലങ്ങൾ സാധാരണ ടൂറിസ്റ്റ് ബസ്സുകാർ കൊണ്ടുപോകുമ്പോൾ അവർ കുടജാദ്രി ഒഴിവാക്കിയാണ് കാണുന്നത്. പക്ഷേ ചിലരത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്തായാലും കൊല്ലൂർ മൂകാംബിക കർണാടകത്തിലാണ്, മൈസൂരിൽ നമ്മുടെ അടുത്താണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. കുടജാദ്രി ആദിശങ്കരൻ്റെ സർവജ്ഞപീഠം കയറിയതിന് ശേഷം അതിന് സമാധിയായ സ്ഥലം കുടജാദ്രി. അത് കഴിഞ്ഞാൽ മുരുടേശ്വർ ക്ഷേത്രം, ഉടുപ്പി. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഉടുപ്പിയിൽ തന്നെ അവിടെ തന്നെ മാൽപ്പേ ബീച്ചുണ്ട്, സെൻറ്റ് മേരീസ് ബീച്ചുണ്ട്, കാപ്പ് ബീച്ചുണ്ട്. അവിടെ കാപ്പ് ബീച്ചിൻ്റെ അടുത്ത് നല്ല ക്ഷേത്രമുണ്ട്. ആ ബീച്ചുകളിലും നമുക്ക് പോകാം. പിന്നെ 2000 രൂപ കൊടുത്താൽ കാറിൽ ഒരു 6 സ്ഥലത്ത്, വാട്ടർഫാൾ ഉൾപ്പെടെയുള്ള 6 സ്ഥലത്ത് കൊണ്ടുപോവുകയും ചെയ്യും. ടൂറിസ്റ്റ് അതൊക്കെ കാർ കിട്ടും. അപ്പോൾ അത്തരത്തിൽ വളരെ മനോഹരമായി നമുക്ക് പ്ലാൻ ചെയ്യാം. തിരക്കനുസരിച്ചാണ് ക്ഷേത്രത്തിൽ ക്യൂ വരുന്നത്. അത് നമുക്ക് എത്ര മണിക്കൂർ ക്യൂ വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവിടുത്തെ എപ്പോഴത്തെ തിരക്കെന്താണോ അതനുസരിച്ചാണ് ക്യൂ വരുന്നത്. നിങ്ങൾക്ക് ഈ മൂകാംബിക യാത്ര നടത്തണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവിടുത്തെ റൂമും മറ്റു കാര്യങ്ങളെ പലരെയും നമുക്ക് പരിചയമുണ്ട്, വാഹനങ്ങളെ പരിചയമുണ്ട്. നിങ്ങൾക്ക് നമ്മളെയും കൂടി കോൺടാക്റ്റ് ചെയ്യാം. സുഭാഷിതം ചാനൽ ചെയ്യുന്നൊരു സർവീസായിട്ട് നിങ്ങൾക്ക് തരുന്നൊരു സേവനമായിട്ട് നമുക്കത് പ്രയോജനപ്പെടുത്താം. നിങ്ങൾ എന്നെയും കൂടി വിളിക്കുക. നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ, ഫാമിലി ടൂറൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നതിൽ വളരെ സന്തോഷമുണ്ടായിരിക്കും.